നമുക്ക് വേണ്ടതെല്ലാം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിന്റർ. എന്നാൽ പ്രിന്റിംഗ് കോസ്റ്റ് കുറവാണ്, ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല, ഇങ്ക് റീഫില്ലിംഗ് ഈസിയാണ്, പേജ് ട്രേ നല്ല കപ്പാസിറ്റി ഉണ്ട്, വൈഫൈ പ്രിന്റിംഗ്, സ്കാൻ ആൻഡ് ഫോട്ടോ കോപ്പി ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രിന്റർ ആണ് എപ്സൺ എന്ന ബ്രാൻഡ് L3250 എന്ന ഈ മോഡൽ. ഇതൊരു ഓൾ ഇൻ വൺ പ്രിന്റർ ആണെന്ന് പറയാം, കാരണം നമുക്ക് വേണ്ടതെല്ലാം ഇതിലൂടെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീട്ടിലും ഓഫീസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രിന്ററും കൂടെയാണ് എപ്സൺ. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ബ്രാൻഡ് ആണല്ലോ, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഇങ്ക്ജെറ്റ് പ്രിന്റർ ബ്രാൻഡാണ്. ഈ ഇങ്ക്ജെറ്റ് പ്രിന്റർ ആയാൽ ഒരുപാട് ഉപകാരങ്ങളും ലാഭവും ഉണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മറ്റ് പ്രിന്ററുകളിൽ നിന്നും എക്സ്പെഷ്യലി ലേസർ പ്രിന്ററുകളിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ ഈ ഇങ്ക്ജെറ്റ് പ്രിന്റർ എടുക്കാൻ കാരണം നോക്കുകയാണെങ്കിൽ ഇതിന് ചെലവ് വളരെ കുറവാണ്, വലിയ ഇൻവെസ്റ്റ് വരാത്തതുകൊണ്ട് വീടുകളിൽ വരെ വെക്കാം. എപ്സൺ ജെനുവിൻ ഇങ്ക് ടാങ്ക് പ്രിന്റേഴ്സ് ഇറക്കുന്നതിന് മുന്നേ ഇങ്ക് കാർട്രിഡ്ജ് ബേസ്ഡ് പ്രിന്റേഴ്സ് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്കോ ടാങ്ക് പ്രിന്റേഴ്സ് ഇറക്കിയതിന് ശേഷം എല്ലാവരും അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിലൂടെ നല്ല ക്വാളിറ്റിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. പ്രിന്റ് ക്വാളിറ്റിക്കും സ്പീഡിനും പുറമെ വളരെ ലോ കോസ്റ്റിൽ പ്രിന്റ് ചെയ്യാൻ ഈ എക്കോ പ്രിന്ററിലൂടെ കഴിയും. പെട്ടെന്ന് ഇങ്ക് കഴിഞ്ഞു പോവാതിരിക്കാൻ ഒരു റീഫില്ലിൽ തന്നെ 4500 പ്രിന്റ് ഔട്ടുകൾ എടുക്കാൻ പറ്റും. കൂടാതെ വളരെ എനർജി എഫിഷ്യന്റും ആണ്. ട്രഡീഷണൽ ഓഫീസുകളിലേക്കൊക്കെ എക്സ്പെൻസീവ് ലേസർ പ്രിന്റേഴ്സ് ആയിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. എന്നാൽ മോഡേൺ ഓഫീസുകൾക്ക് ആവശ്യമായ എല്ലാം ഈ എപ്സൺ എക്കോ ടാങ്ക് പ്രിന്റേഴ്സ് കൊണ്ട് സാധിക്കും. ലേസർ പ്രിന്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അസാധാരണമായിട്ടുള്ള പ്രിന്റിംഗ് ക്വാളിറ്റി, വിശ്വാസ്യത, സിഗ്നിഫിക്കന്റ്ലി ലോ പ്രിന്റിംഗ് കോസ്റ്റ് ഇതെല്ലാം ഇതിലൂടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ്ലി എക്കോ ടാങ്ക് പ്രിന്റേഴ്സിൽ ഹൈ ഈൽഡ് ഇങ്ക് ബോട്ടിൽസ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഈ മോഡൽ പ്രിന്ററിൽ തന്നെ ഒരു ബ്ലാക്ക് ബോട്ടിൽ കൊണ്ട് ഏകദേശം 4500 പേജ് പ്രിന്റ് ചെയ്യാൻ പറ്റും. എന്നാൽ എൻട്രി ലെവൽ ലേസർ പ്രിന്റർ ടോണൽ കാർട്രിഡ്ജിൽ ഏകദേശം 2000 പേജ് മാത്രമേ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രിന്ററുകളിൽ എപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ്ലി ഹീറ്റ് ഫ്രീ പ്രിന്റിംഗ് ടെക്നോളജിയാണ് എക്കോ ടാങ്ക് പ്രിന്റേഴ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ലേസർ പ്രിന്ററിനേക്കാൾ കുറച്ച് പവർ മാത്രമേ കൺസ്യൂം ചെയ്യൂ. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എക്കോ ടാങ്ക് പ്രിന്റേഴ്സ് വീടുകളിലേക്കും ഓഫീസുകളിലേക്കും പറ്റും എന്നുള്ളത്. 100 മില്യൺ എക്കോ ടാങ്ക് പ്രിന്റേഴ്സ് വേൾഡിൽ മൊത്തമായിട്ടും അതിൽ തന്നെ 8 മില്യൺ എക്കോ ടാങ്ക് പ്രിന്റേഴ്സ് ഇന്ത്യയിലും എപ്സൺ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ എപ്സന്റെ എക്കോ ടാങ്ക് L3250 പ്രിന്റർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞുതരാം. ഇതിന് ലാർജ് കപ്പാസിറ്റി ഇങ്ക് ടാങ്കുകൾ ഉണ്ട്, അതും റീഫില്ല് ചെയ്യാൻ ഇങ്ക് ബോട്ടിൽസ് ആണ് ഉപയോഗിക്കുന്നത്. മുന്നേയുള്ള കാർട്രിഡ്ജസ് പോലെ നല്ല എക്സ്പെൻസീവോ അല്ല, മെസ്സും ആവില്ല. കാർട്രിഡ്ജ് പ്രിന്ററുകളിൽ നിന്നും ടോണറിൽ നിന്നും വ്യത്യാസമായി ഈ പ്രിന്ററിൽ വളരെ ലോ കോസ്റ്റിൽ പ്രിന്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് പ്രിന്റിന് 9 പൈസയും ഒരു കളർ പ്രിന്റിന് 33 പൈസയും മാത്രമേ വരുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രത്തോളം പ്രിന്റിംഗ് കോസ്റ്റ് കുറവാണെന്നുള്ളത്. നമ്മൾ ഒരു സെറ്റ് റീഫിൽ ഇങ്ക് ബോട്ടിൽസ് ഇതിൽ ചെയ്താൽ 4500 കളർ പ്രിന്റ് വരെ ഇതിലൂടെ ചെയ്യാൻ പറ്റും. യെസ്, 4500 കളർ പ്രിന്റ്സ് ജസ്റ്റ് 1 റീഫിൽ ബോട്ടിൽ. അതുകൊണ്ട് ഒറ്റ തവണ ഫില്ല് ചെയ്താൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറ്റണമല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട. ടോണേഴ്സ് ആൻഡ് കാർട്രിഡ്ജ് പ്രിന്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ എക്കോ ടാങ്ക് പ്രിന്റേഴ്സ് ഹൈ കപ്പാസിറ്റി ഇങ്ക് ബോട്ടിൽസ് ആണ്, അതും ഈ വേസ്റ്റ് വളരെ കുറവാണ്. മാത്രമല്ല ഇങ്ക് ബോട്ടിൽസ് ഒക്കെ വളരെ ലാഭത്തിനാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെ പ്രിന്റിംഗ് കിട്ടുന്ന ഒരു ബ്ലാക്ക് ബോട്ടിലിന് കോസ്റ്റ് വരുന്നത് MRP 404 രൂപ മാത്രമേ ഉള്ളൂ. കളർ ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ MRP 600 രൂപയുമാണ് വരുന്നത്. ഈ മെസ് ഫ്രീ ഇങ്ക് ബോട്ടിൽസും കൂടെ ആയിട്ടാണ് ഈ പ്രിന്റർ വരുന്നത്. പിന്നെ പ്രിന്ററിൽ ഇതുപോലെ ടാങ്കിൽ ഓരോ കളേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ കാണുന്ന പോലെ ബോട്ടിൽസ് വെച്ചിട്ട് ഇങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് റീഫിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇങ്ക് ഒഴുകി പോകില്ല, ടാങ്കിലേക്ക് ഇങ്ക് ഒഴിക്കുന്ന സമയത്ത് കളർ മാറിപ്പോകുന്ന ടെൻഷനും ഇല്ല. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ കാണുന്നതാണ് ഇതിന്റെ പ്രിന്റിംഗ് റെസൊല്യൂഷൻ വരുന്നത്. അതായത് ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി പ്രിന്റ് ഇതിലൂടെ എടുക്കാൻ പറ്റും. ഇതിനൊക്കെ പുറമെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് ഹൈ ക്വാളിറ്റി ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിലൂടെ സ്കാൻ ചെയ്യുന്ന എല്ലാം നമുക്ക് മൊബൈലിലൂടെയോ ലാപ്ടോപ്പിലോ ഏതിൽ വേണമെങ്കിലും ഇതേപോലെ സ്കാൻ ചെയ്ത് അത് PDF ഫയലായിട്ടൊക്കെ സേവ് ചെയ്യാനും പറ്റും. ഇതിന്റെ ഡിസൈൻ പിന്നെ നിങ്ങൾ കണ്ടല്ലോ, നല്ല സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ലുക്കാണ്, പിന്നെ കോമ്പാക്റ്റും ആണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ഫിറ്റ് ആകും. ഒരുപാട് സ്പേസും എടുക്കുന്നില്ല, നല്ല നീറ്റായി നിൽക്കുന്നുണ്ട്. ഇതിലെ ഇൻപുട്ട് ട്രേയിൽ 100 ഷീറ്റും ഔട്ട്പുട്ട് ട്രേയിൽ 30 ഷീറ്റും ഒരേ സമയം വെക്കാം. അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള പേപ്പർ ട്രേ ആണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ എടുത്ത് മാറ്റുകയും റീഫിൽ ചെയ്യുകയും ഒന്നും വേണ്ട. ഇതിലെ വൈഫൈ പ്രിന്റിംഗ് ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടാബ്, ലാപ്ടോപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് യാതൊരു കേബിളും ഇല്ലാതെ പ്രിന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള വൈഫൈ മോഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് വഴിയും അതല്ലാതെ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വൈഫൈ വരുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടും അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒക്കെ പ്രിന്റ് എടുക്കാൻ പറ്റും. പിന്നെ USB കേബിൾ ഉപയോഗിച്ച് ഇതേപോലെ കണക്ട്
ചെയ്തിട്ടും പ്രിന്റ് ചെയ്യാം. ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഓൺ സൈറ്റ് ഇൻസ്റ്റാളേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയി. പിന്നെ 1 ഇയർ അല്ലെങ്കിൽ 30,000 പ്രിന്റ് ഈ രീതിയിൽ കമ്പനി വാറണ്ടിയും തരുന്നുണ്ട്. ഇതിൽ ആദ്യം ഏതാണ് ആവുന്നത് അതുവരെ വാറണ്ടി കിട്ടും. യെസ്, ഇനി ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ MRP ആയിട്ട് കൊടുത്തിട്ടുള്ളത് 15,250 രൂപ ടാക്സും ആണ്. ബട്ട് നിങ്ങൾ ഓൺലൈനിൽ നിന്നോ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നതും വലിയ പ്രിന്റിംഗ് കോസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രിന്റർ ആണ് ഇത്. ഇനി ഇതിന്റെ പ്രൈസ് ആൻഡ് മോർ ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രിന്ററിനെ കുറിച്ച് എന്താണ് തോന്നുന്നുള്ളതും നിങ്ങൾ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിന്റർ ഏത് ടൈപ്പിലുള്ളതാണെന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ വാങ്ങുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.